മൂത്തേടം തറവാട്. സൂരജ് കോളിംഗ്. സൂരജിൻ്റെ ഫോൺ വിളിയുടെ ബെല്ല് കേട്ടാണ് രൂപേഷ് അന്ന് ഉണർന്നത്. എന്താ അളിയ ഈ രാവിലെ തന്നെ വിളിക്കുന്നേ? ഞാനൊരു സ്വപ്നം കണ്ടു വരികയായിരുന്നു. അപ്പോഴേക്കും ഫോൺ വിളിച്ചു. രൂപേഷ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അത് സാരല്ലേ അളിയ, ഞാനിപ്പോൾ ഫോൺ വയ്ക്കും. അത് കഴിഞ്ഞ് അളിയന് സൗകര്യം പോലെ ബാക്കി ഭാഗം കാണാലോ. സ്വപ്നം അവിടെ പോസ് ചെയ്തു വെച്ചാൽ മതി, സൂരജ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഈ പുളിച്ച വിറ്റ് പറയാനാണോ രാവിലെ തന്നെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ഉറക്കച്ചടവോടുകൂടി രൂപേഷ് പറഞ്ഞു. അതല്ല അളിയ, പെണ്ണ് കാണാൻ പോണ്ടേ? സൂരജ് ചോദിച്ചു. ഓ ഞാനില്ല, അളിയനും അളിയൻ്റെ ഭാര്യയും പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വന്ന് കണ്ടാൽ പോരെ? രൂപേഷ് ഒരു താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. ഇപ്പോഴും അളിയന് പെണ്ണ് കെട്ടാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ? അളിയ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം, സൂരജ് പറഞ്ഞു. ആ ചോദിക്ക്, അളിയൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ചോദിക്ക്, രൂപേഷ് പറഞ്ഞു. സത്യം പറഞ്ഞോണം, സൂരജ് പിന്നെയും പറഞ്ഞു. നിന്നോടല്ലടാ കോപ്പേ ചോദിക്കാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നൊന്നും നോക്കില്ല. അളിയ എന്ന് വിളിച്ച നാവുകൊണ്ട് ഒരക്ഷരം മാറ്റി വിളിപ്പിക്കല്ലേ എൻ്റെ അളിയ, രൂപേഷ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. വേറെ ഒന്നും അല്ല, അളിയന് വയസ്സും പ്രായവും ഇത്ര ആയിട്ടും ഇപ്പോഴും പെണ്ണു വേണ്ട എന്ന് പറയണത് ഇപ്പോഴും ആ തട്ടത്തിൽ മറയത്ത് മനസ്സിലുള്ളത് കൊണ്ടല്ലേ? ഒരു സംശയം പോലെ സൂരജ് ചോദിച്ചു. തട്ടത്തിൽ മറയത്തോ? അതൊരു സിനിമാ പേരല്ലേ അളിയ? അതും എൻ്റെ കല്യാണവുമായി എന്താ ബന്ധം? രൂപേഷ് സംശയത്തോടെ ചോദിച്ചു. ഈ അളിയന് ഒന്നും അറിയാത്ത പോലെ വെറുതെ ഷോ ഇറക്കല്ലേ എൻ്റെ പൊന്നു രൂപേഷ് അളിയ. എന്നാൽ ഞാൻ വ്യക്തമായി തന്നെ പറയാം, റസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, സൂരജ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഓ റസിയ, കൗമാരക്കാലത്തെ എൻ്റെ പ്രണയിനി. പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടാത്തത് കാരണം അവൾ ഒരു ദുബായ്ക്കാരനും കെട്ടി ഇപ്പോൾ ദുബായിൽ എവിടെയാണെന്നാണ് കേട്ടത്. എനിക്ക് ജോലിയൊക്കെ കിട്ടി വന്നപ്പോഴേക്കും അവൾ 2 പെറ്റു. അവളെയൊന്നും ഓർത്തല്ല എൻ്റെ പൊന്നളിയോ ഞാൻ കല്യാണത്തിന് താല്പര്യം കാണിക്കാത്തത്. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കാണാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളൊക്കെ മിക്കവാറും പേരും പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു പോകും. അതാണ് എനിക്ക് കിട്ടിയ ശാപം, രൂപേഷ് കൃത്രിമ സങ്കടം അഭിനയിച്ച് പറഞ്ഞു. പിന്നെ ഇതൊക്കെ പോയിട്ട് നിൻ്റെ ഭാര്യയോട് വിളമ്പാൻ നിൽക്കണ്ട, രൂപേഷ് കൂട്ടിച്ചേർത്തു. അപ്പോഴേക്കും മാലതി അമ്മയുടെ വിളി കേട്ടു. രൂപേഷേ, എണീറ്റില്ലേ നീയേ? നേരം വെളുത്തിട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടാൽ മാലതിയമ്മ എന്നെ പൊതപ്പിക്കും. ഞാൻ വെക്കാളിയ എന്ന് പറഞ്ഞിട്ട് സൂരജിൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ രൂപേഷ് ഫോൺ വെച്ചു. എന്താടാ നേരം വെളുക്കുമ്പോഴേക്കും ഫോണിൽ തോണ്ടിക്കൊണ്ട് കിടക്കണത്? നിനക്കിന്ന് ജോലിക്ക് പോണ്ടേ? മാലതിയമ്മ ചോദിച്ചു. ഞാൻ ഇന്ന് ലീവാണ് മാലു. ഇന്ന് ലീവ് എടുക്കാൻ എന്താ കാരണം? വല്ല പെണ്ണുകാണലും ഉണ്ടോടാ? അമ്മ ചോദിച്ചു. ഓ പെണ്ണുകാണലൊന്നും ഇല്ല, ഇന്ന് എൻ്റെ മാലുവിനെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമാ, രൂപേഷ് പറഞ്ഞു. ഓ 6 മാസം മുമ്പല്ലേ ചെക്കപ്പ് നടത്തിയത്, ഇനിയിപ്പോൾ ചെക്കപ്പ് ഒന്നും നടത്തണ്ട, അമ്മ പറഞ്ഞു. ദേ മാലു, ചെക്കപ്പ് ഒന്നും നടത്തണ്ട എന്ന് പറഞ്ഞു കളയല്ലേ. ഇപ്പോഴേ ഇതൊക്കെ നടക്കൂ. ഞാനൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെ മാത്രമേ ചെക്കപ്പിന് കൊണ്ടുപോകൂ. അന്ന് പിന്നെ എന്നോട് ചെക്കപ്പ് ഹോസ്പിറ്റൽ എന്നൊന്നും പറഞ്ഞ് വരരുത്, രൂപേഷ് പറഞ്ഞു. ഓ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടേ മോനെ? അമ്മ ചോദിച്ചു. എന്തിനുണ്ടാക്കണം? ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്യാൻറ്റീനിൽ നിന്നും കഴിക്കാം. അതുമാത്രവുമല്ല, അമ്മയ്ക്ക് ഫാസ്റ്റിങ്ങിന് ബ്ലഡ് കൊടുക്കണ്ടേ? GM ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നല്ല സൂപ്പർ ഫുഡാണ്. രാവിലെ നല്ല പൂരിയും മസാലക്കറിയും കിട്ടും. ഉച്ചയ്ക്ക് നല്ല പായസത്തോടു കൂടിയ സദ്യ, അല്ലെങ്കിൽ നല്ല ചിക്കൻ ബിരിയാണി. വാ മാലു, നമുക്കിന്ന് അടിച്ചു പൊളിക്കാം, രൂപേഷ് സന്തോഷത്തോടെ പറഞ്ഞു. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, ഹോസ്പിറ്റലിലല്ലേ അടിച്ചു പൊളിക്കാൻ പോണത്, മാലതി അമ്മ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. വെറുതെ വാചകം അടിച്ചു നിൽക്കാതെ എഴുന്നേറ്റ് യാത്രയാകൂ എൻ്റെ മാലു എന്ന് പറഞ്ഞ് രൂപേഷ് കുളിക്കാൻ പോയി. GM ഹോസ്പിറ്റലിൽ കയ്യിൽ ട്രിപ്പ് ഇട്ട് മയങ്ങിക്കിടക്കുകയാണ് അനു. തൊട്ടടുത്ത് അനുവിൻ്റെ കൂട്ടുകാരിയും
സഹപ്രവർത്തകയുമായ മീര നിൽപ്പുണ്ട്. മീരയുടെ മുഖത്ത് വല്ലാത്ത ഒരു ദേഷ്യമാണ്. മറ്റൊരു ബെഡിൽ ബാലമോളെ കിടത്തിയിട്ടുണ്ട്. നന്ദമോള് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മീര, അനുപമയുടെ ഒരേ ഒരു കൂട്ടുകാരി. ഇവരൊരുമിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മീരയും സീനിയർ ക്ലർക്കാണ്. രാജകുമാരി, എന്താടാ? അച്ഛൻ്റെ മോൾക്ക് എന്താ പറ്റിയേ? എൻ്റെ മോൾക്ക് വയ്യേ? മോളെ, അച്ഛൻ്റെ രാജകുമാരി. അനു സ്വപ്നം കണ്ടു. അനുവിൻ്റെ ചുണ്ടുകൾ പതുക്കെ മന്ത്രിച്ചു. ആ അച്ഛ അച്ഛ അച്ഛ. ഇങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ട് അനു കണ്ണുകൾ വലിച്ചു തുറന്നു. ആദ്യം മങ്ങി നിൽക്കുന്ന രൂപങ്ങൾ, പിന്നീട് തെളിഞ്ഞു വന്നു. പരിചയമില്ലാത്ത മുറിയാണെന്ന് മനസ്സിലായപ്പോൾ അനു വെപ്രാളപ്പെട്ട് ചുറ്റും നോക്കി. അവിടെ തന്നെ കൂർപ്പിച്ചു നോക്കി നിൽക്കുന്ന മീരയെ കണ്ടു. തൊട്ടടുത്ത് നന്ദമോൾ ഇരിക്കുന്നതും അടുത്ത കട്ടിലിൽ ബാലമോളെ കിടത്തിയിരിക്കുന്നു. നമ്മൾ എവിടെയാ? ഇത് ഏതാ സ്ഥലം? അനു അമ്പരപ്പോടെ ചോദിച്ചു. ഇത് യമലോകം. ഇന്നലെ നീ പനിച്ചപ്പോൾ ഇന്ന് യമലോകത്തെത്തി. ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് മീര പറഞ്ഞു. മീര എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് അനു മീരയുടെ മുഖത്തേക്ക് അമ്പരപ്പോടെ നോക്കി. എടി മണ്ടി, നീ ശരിക്കും മണ്ടിയാണോ അതോ മണ്ടിയായി അഭിനയിക്കുന്നതോ? അത് പോട്ടെ, ഞാൻ നിൻ്റെ ആരാ? പെട്ടെന്നുള്ള മീരയുടെ ഈ സംസാരം കേട്ടപ്പോൾ അനുവിൻ്റെ കണ്ണു നിറഞ്ഞുപോയി. എന്താ മീര? വിങ്ങിപ്പൊട്ടി സങ്കടം ഉള്ളിലൊതുക്കി അനു ചോദിച്ചു. പെട്ടെന്ന് അനുവിൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ മീര അല്പം ശാന്തയായി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അനു, ഞാൻ നിന്നെ ഇന്നലെ രാവിലെ വിളിച്ചതല്ലേ? അപ്പം നീ എന്താ പറഞ്ഞത്? ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകും എന്നല്ലേ? നിന്റെ രാജീവേട്ടൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നല്ലേ? എന്നാൽ രാജീവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്നെ വിളിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. അത്രയ്ക്ക് സ്ഥാനമേ നിന്റെ ജീവിതത്തിൽ എനിക്കുള്ളൂ. പനി അധികമായി ഭക്ഷണം പോലും കഴിക്കാതെ 2 ചെറിയ കുഞ്ഞുങ്ങളുമായി ആ വീട്ടിൽ കഴിയുമ്പോൾ സഹായിക്കാൻ നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. തല കറങ്ങി ബോധം കെട്ട് വീണപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? മീര ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ തല കറങ്ങി വീണോ? വിശ്വാസം വരാത്തതുപോലെ അനു ചോദിച്ചു. നീയേ ഈ നന്ദമോളോട് ചോദിക്ക്. പേടിച്ചു കരഞ്ഞ് നിന്റെ ഫോൺ എടുത്ത് എന്നെ വിളിച്ചത് നന്ദമോളാ. അതും പാതിരാത്രി 12 മണിക്ക്. ഞാനും ദാസേട്ടനും കൂടി ആ പാതിരാത്രി അവിടെ വന്നപ്പോൾ നിന്റെ മോള് പേടിച്ച് കരയുകയായിരുന്നു. എത്ര തന്നെ തട്ടി വിളിച്ചിട്ടും നീ എണീറ്റില്ല. അവസാനം ഞാനും ദാസേട്ടനും കൂടി നിന്നെ എടുത്ത് കാറിൽ കയറ്റി. ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അതുകൊണ്ട് നിന്റെ കാറിൻ്റെ കീ എടുത്ത് നിങ്ങളുടെ കാറിലാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. നേരം വെളുക്കുന്നത് വരെ ദാസേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കാർ ഇവിടെ പാർക്കിങ്ങിലുണ്ട്. ഇനി ഡിസ്ചാർജായി പോകുമ്പോഴും കാറിൻ്റെ ആവശ്യമുണ്ടല്ലോ, മീര പറഞ്ഞു. അപ്പോൾ നിന്റെ കുഞ്ഞ്? ആകാംക്ഷയോടെ അനു ചോദിച്ചു. കുഞ്ഞിനെ നോക്കാൻ ദാസേട്ടൻ്റെ അമ്മ ഉണ്ടല്ലോ. അവൻ എന്നെ വേണമെന്നൊന്നുമില്ല, മീര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി അല്ലേ? അനു വിഷമത്തോടെ ചോദിച്ചു. പിന്നെ വലിയ ബുദ്ധിമുട്ടായി. ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ നന്ദമോള് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ചെറിയൊരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായേനെ. നിന്റെ ശവടക്ക് കൂടാൻ നിന്റെ കെട്ടിയോൻ്റെ വീട്ടിലേക്ക് കെട്ടിയെടുക്കേണ്ടി വന്നേനെ. അല്ല പിന്നെ, അവളുടെ ഒരു ചോദ്യം കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരണത്. ഇന്നലെ ഇവിടെ വന്നപ്പോൾ നിന്റെ പനി എത്രയായിരുന്നെന്നോ? 104. മീര ദേഷ്യത്തോടെ പറഞ്ഞു. താങ്ക്സ്, അനു നിറ കണ്ണുകളോടെ പറഞ്ഞു. താങ്ക്സ് പൊടി, അവളുടെ ഒരു താങ്ക്സ്. നീയല്ലേടി പറഞ്ഞത് ഞാൻ നിന്റെ സഹോദരിയാണ് എന്ന്? അത് വെറുതെ പറഞ്ഞാൽ പോരാ. ഒരസുഖം വരുമ്പോഴും ഒരാപത്ത് വരുമ്പോഴും നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കളും ബന്ധുക്കളും. അവളുടെ ഒരു താങ്ക്സ് എന്ന് പറഞ്ഞ് മീര കൃത്രിമ ദേഷ്യം കാട്ടി. നിന്റെ ഫോറസ്റ്റ് ഓഫീസർക്ക് ഭാര്യയെ കൊണ്ട് ഹോസ്പിറ്റൽ പോയാൽ എന്താ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തകർന്ന് താഴെ വീഴുമെന്ന പേടിയാണോ? മീര പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ടായ സംഭവങ്ങളൊക്കെ അനു മീരയോട് പറഞ്ഞു. ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ലേ, നിനക്ക് ആരുമില്ല എന്ന അഹങ്കാരമാണ് ആ മനുഷ്യന്. നീ കുട്ടികൾക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ചും സഹിച്ചും അവിടെ നിൽക്കുമെന്നുള്ള അഹങ്കാരം കൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് ഇതുപോലെ ഒരു ഭർത്താവ് നിനക്ക്? എന്തിനാണ് ഇതുപോലെ ഒരു അച്ഛൻ?
ആ മനുഷ്യനെ കൊണ്ട് നിനക്ക് ഉപദ്രവമല്ലാതെ ഉപകാരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു ഉപകാരമുണ്ടായി. 2 കുഞ്ഞുങ്ങളെ തന്നു. മീരയുടെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടിട്ട് നന്ദമോള് പകച്ചിരുന്നു.